നമസ്കാരം. ഇറാൻ യുദ്ധം സ്വർണവിലയെ അസ്ഥിരമാക്കുകയാണ്. കുത്തനെ കൂടിയും കുത്തനെ കുറഞ്ഞുമാണ് ഇപ്പോൾ സ്വർണത്തിന്റെ സഞ്ചാരം. യുഎസിനെ ആക്രമിക്കുമെന്ന ഇറാന്റെ നിലപാടാണ് സ്വർണവില ഇടിയാനും എണ്ണവില കുതിക്കാനും കാരണമായത്. സ്വർണം ഗ്രാമിന് 120 രൂപ കുറഞ്ഞ വില 13,715 രൂപയിലാണ് നിൽപ്പ്. ഒരു പവൻ സ്വർണത്തിന്റെ വില 960 രൂപ താഴ്ന്ന് 1,09,720 രൂപയാണ്. ക്രൂഡ് ഓയിൽ വില ബാരലിന് $150 യുഎസ് ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ച് $103 എത്തിയിട്ടുണ്ട്. എണ്ണവില കൂടുന്നത് പണപ്പെരുപ്പം ശക്തമാക്കാൻ ഇടയാക്കും. പണപ്പെരുപ്പം ശക്തമാക്കിയാൽ റിസർവ് ബാങ്ക് പലിശ നിരക്ക് ഉയർത്തിയേക്കും. ഇതോടെ വിലക്കയറ്റവും ഒപ്പമെത്തും. യുഎസ് കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് കൂട്ടിയാൽ ഡോളർ കരുത്താർജിക്കും. ഇതാണ് സ്വർണ്ണവില ഇടിയാൻ കാരണമാക്കുന്നത്. ഡോളറിന്റെ മൂല്യം ഉയർന്നാൽ പിന്നീട് സ്വർണം വാങ്ങാൻ പ്രയാസമാകും. ഇത് ഡിമാൻഡ് ഇല്ലാതാക്കും, വില കുറയാൻ കാരണമാവുകയും ചെയ്യും. ഹോർമുസിലെ പ്രശ്നങ്ങൾ പരിഹാരമില്ലാതെ തുടരുകയാണ്. ഏത് നിമിഷം വേണമെങ്കിലും അമേരിക്ക ഇറാൻ സംഘർഷമുണ്ടാകും. യുഎസിനെ ആക്രമിക്കുമെന്ന ഇറാന്റെ നിലപാട് ഇതിനുള്ള തെളിവാണ്. ഹോർമുസിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ മോചിപ്പിക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിച്ചിരുന്നു. എണ്ണ ഉൽപാദനം കൂട്ടാൻ ഒപെക് പ്ലസ് തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാമാണ് സ്വർണ്ണവിലയെ ബാധിച്ചത്. കഴിഞ്ഞയാഴ്ച അന്താരാഷ്ട്ര സ്വർണ്ണവില 2% അതിനകം ഇടിഞ്ഞു. വെള്ളിയും താഴ്ന്ന നിലയിലായിരുന്നു. ഇറാൻ യുദ്ധം കൂടുതൽ കാലം നീണ്ടു നിൽക്കുന്തോറും ഉയർന്ന പണപ്പെരുപ്പത്തിനും സാമ്പത്തിക നാശനഷ്ടങ്ങൾക്കും സാധ്യത കൂടുതലായി വരുമെന്ന് വിദഗ്ധർ വിലയിരുത്തിയിട്ടുണ്ട്. സ്വർണം ഇപ്പോഴും പിടിച്ചാൽ പിടികിട്ടാത്ത അവസ്ഥയിലാണ്. സ്വർണ്ണവില കുറയാൻ കാത്തിരിക്കുകയാണ് മലയാളികൾ അടക്കമുള്ള സ്വർണ്ണപ്രിയർ. വില ഇടിഞ്ഞെങ്കിലും 1,10,000-ഓളമാണ് നിലവിൽ ഒരു പവൻ സ്വർണത്തിന്റെ വില. ഇത് കുറഞ്ഞാൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നവർ വീണ്ടും ആഭരണ വിപണിയിലേക്ക് ഇറങ്ങും. പക്ഷേ നിലവിലെ അവസ്ഥ പ്രവചിക്കാൻ കഴിയാത്തതാണ്. ഇറാൻ യുദ്ധവും യുക്രൈൻ യുദ്ധവുമെല്ലാം കഴിഞ്ഞാലേ വിപണി സാധാരണ നിലയിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുള്ളൂ. മറ്റു യുദ്ധങ്ങൾ ഇതിനിടയിൽ ഇല്ലാതിരിക്കുകയും വേണം. എന്തായാലും ആഭരണ പ്രേമികൾ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ്.